So hello guys, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫോട്ടോഗ്രാഫിക് റൂൾസ് ആണ്. അപ്പോൾ എന്താണ് ഫോട്ടോഗ്രാഫി എന്ന് ചോദിച്ചാൽ നമുക്ക് പലരുടെയും മനസ്സിൽ ഓർമ്മ വരുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സ്, അല്ലെങ്കിൽ ഐഫോണിൽ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സ്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു DSLR ക്യാമറ, അതുപോലെ തന്നെ വലിയൊരു ലെൻസൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോഗ്രാഫ്സാണ് നമുക്ക് ശരിക്കും നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. പക്ഷേ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന എന്തും നല്ലതായിട്ട് നമ്മുടേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന എല്ലാം നല്ല ഫോട്ടോഗ്രാഫാണ്. അപ്പോൾ നല്ലൊരു ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണുകളോ അല്ലെങ്കിൽ ക്യാമറ ലെൻസോ ഒന്നിൻ്റെ നമുക്ക് ആവശ്യമില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള റൂൾസ്, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റൂളാണ് റൂൾ ഓഫ് തേർഡ്സ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു റൂളാണ്. അതായത് റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോ നമ്മൾ 2 വെർട്ടിക്കൽ ലൈൻസും അതുപോലെ തന്നെ 2 ഹൊറിസോണ്ടൽ ലൈൻസും വെച്ച് നമ്മൾ നമ്മുടെ ഇമേജിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ 4 ലൈൻസും കൂടി ഇൻ്റർസെക്ട് ചെയ്യുന്ന ആ 4 പോയിന്റിൽ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിനെ വെച്ച് ഇമേജ് ക്യാപ്ചർ ചെയ്യുമ്പോഴാണ് നമ്മൾ തന്നെ റൂൾ ഓഫ് തേർഡ്സ് അനുസരിച്ച് നമ്മൾ എടുത്തൊരു ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ റൂൾ ഓഫ് തേർഡ്സ് അനുസരിച്ച് നമ്മൾ എടുക്കുന്ന ആ ഒരു ഫോട്ടോയ്ക്ക് ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരിക്കും, നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ റൂൾ ഓഫ് തേർഡ്സ് വഴി എടുത്തിരിക്കുന്ന കുറച്ച് ഫോട്ടോസിൻ്റെ എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡിങ് ലൈൻസ് ആണ്. നമ്മുടെ വ്യൂവറിൻ്റെ അറ്റൻഷൻ നമ്മൾ കുറച്ച് ലൈൻസ് വെച്ച് നമ്മുടെ വ്യൂവറിൻ്റെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ലീഡിങ് ലൈൻസ് പറയുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോയിൽ കുറച്ച് ലൈൻസ് ഉണ്ടായിരിക്കും, ആ ലൈൻസ് ലീഡ് ചെയ്യുന്നത് മെയിൻ സബ്ജക്റ്റിലോട്ടായിരിക്കും. അങ്ങനെ നമ്മുടെ വ്യൂവർ ആ സബ്ജക്റ്റിനെ ശ്രദ്ധിക്കുന്നു. ഇതാണ് ലീഡിങ് ലൈൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നോക്കി നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ റെയിൽ പാളങ്ങൾ നമുക്ക് ഇങ്ങനെ കറക്റ്റ് പാരലലായിട്ട് പോകുന്നത് കാണാൻ സാധിക്കില്ല. ഈ റെയിൽ പാളങ്ങൾ നമുക്കിങ്ങനെ വന്ന് അറ്റത്തെത്തുമ്പോൾ അതിങ്ങനെ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് നമുക്ക് വാനിഷിങ് പോയിന്റ് ആയിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോസിനാണ് നമ്മൾ ലീഡിങ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലീഡിങ് ലൈൻസ് ഉപയോഗിച്ച് എടുത്തിരിക്കുന്ന കുറച്ച് ഫോട്ടോസിൻ്റെ എക്സാമ്പിളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെയും അവസാനത്തെയും റൂളാണ് സിമെട്രിക്കൽ ഫോട്ടോസും അസിമെട്രിക്കൽ ഫോട്ടോസും എടുക്കുന്ന പരിപാടി. ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾക്ക് പലർക്കും പേരിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മളൊരു ഇമേജ് നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്കത് സിമെട്രിക്കലി എടുക്കണോ അല്ലെങ്കിൽ അസിമെട്രിക്കലി എടുക്കണോ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ സിമെട്രിക്കലി എടുക്കുന്ന ഒരു ഫോട്ടോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഫോട്ടോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 2 വശങ്ങളിലും ആ ഫോട്ടോ ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ആയിട്ടുണ്ടാവുക. അതല്ല അസിമെട്രിക്കൽ ഫോട്ടോസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഫ്രെയിമിൻ്റെ ഒരു സൈഡിൽ ആ സബ്ജക്റ്റിൻ്റെ കുറച്ച് ഭാഗവും മറ്റേ സൈഡിൽ വലിയൊരു ഭാഗവും ഉണ്ടായിരിക്കും. അതായത് അസിമെട്രിക്കലായിട്ട് നമുക്ക് തോന്നും, കണ്ടാൽ അതായത് നമുക്ക് നല്ല ഡിഫറൻസ് നമുക്ക് 2 സൈഡിലായിട്ട് തോന്നും. അങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോസാണ് സിമെട്രിക്കൽ ഫോട്ടോസും അസിമെട്രിക്കൽ ഫോട്ടോസും. അപ്പോൾ ഇത് ഭയങ്കര ബിഗിനേഴ്സിനായിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് റെഫറൻസുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് അസിമെട്രിക്കൽ ഫോട്ടോസിൻ്റെയും സിമെട്രിക്കൽ ഫോട്ടോസിൻ്റെയും കുറച്ച് എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച 3 റൂൾസ് ഓഫ് ഫോട്ടോഗ്രാഫി. നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇമേജിനെ 2 വെർട്ടിക്കൽ ലൈൻസും 2 ഹൊറിസോണ്ടൽ ലൈൻസും വെച്ച് ഡിവൈഡ് ചെയ്ത് ഇൻ്റർസെക്ട് ചെയ്യുന്ന 4 പോയിന്റിൽ സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തെടുക്കുന്ന ഫോട്ടോ ആണ് റൂൾ ഓഫ് തേർഡ്സ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ലീഡിങ് ലൈൻസ്. നമ്മുടെ ഫോട്ടോയിലുള്ള ഏതെങ്കിലും ലൈൻസ് ഉപയോഗിച്ച് നമ്മുടെ വ്യൂവറിൻ്റെ അട്രാക്ഷൻ നമ്മുടെ സബ്ജക്റ്റിലോട്ട് എത്തിക്കുന്ന പരിപാടിയാണ് ലീഡിങ് ലൈൻസ്. മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ സിമെട്രിക്കൽ അല്ലെങ്കിൽ അസിമെട്രിക്കൽ ഫോട്ടോസ് ആണ്. അത് നിങ്ങൾക്ക് എക്സാമ്പിൾസ് കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. ഇതിപ്പോൾ ഞാൻ ഭയങ്കര ഷോർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിരിക്കുന്നത്. നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കൂടുതൽ ഫോട്ടോഗ്രാഫിക് റൂൾസിനെ പറ്റിയും അതുപോലെ തന്നെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനും ലെൻസും ക്യാമറകളും അതുപോലെ തന്നെ എഡിറ്റിങ്ങും ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മലയാളത്തിലുള്ള ഇനി ചാനൽ വരുന്ന എല്ലാം ഇങ്ങനത്തെ കണ്ടന്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഈ കോണ്ടന്റ്സ് എല്ലാം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ, പീസ്.